അറിഞ്ഞോ? സോഫി മാഡം ആ ചെക്കനും എങ്ങോ ടൂർ പോയിരിക്കുക. അതെന്താ അവർക്ക് ടൂർ പോയിക്കൂടെ? സോഫി മാഡം എന്തൊരു സ്ത്രീ അവര്. അനിയന്റെ പ്രായമുള്ള ഒരു ചെക്കനെയും കൊണ്ടവര് ടൂർ പോയിരിക്കുന്നു. ആ ചെക്കനെയും കൊണ്ടുള്ള കറക്കം കണ്ടപ്പോഴേ എനിക്ക് ഡൗട്ട് അടിച്ചതാ. ഇപ്പൊ ബോധ്യായി. ഹോ, സോഫി മാഡത്തിന്റെ ഒരു സദാചാരം. എടോ നാൻസി, താൻ വല്ലാതെ കാട് കയറല്ലേ. ഒരാണിനും പെണ്ണിനും നല്ല സുഹൃത്തുക്കളെ കഴിഞ്ഞൂടെ? CROMPTON പിന്നെ ക്രോക്കഡൈൽ. എന്തോന്ന്? ഇയാള് വായിര് വായിച്ചോട്. CROMPTON ഫാൻ. അത്രേ ഉള്ളൂ. അത്രേ ഉള്ള. പിന്നെ സൈമൻ ചേട്ടാ, ഓ ഇതാര് തന്ന്? എടാ, നമ്മുടെ മേനോൻ ചേട്ടനും കുടുംബവും UK തിരിച്ചു പോകാൻ നേരത്ത് അവരെനിക്ക് തന്ന. ആ, ഇതെന്താ കംപ്ലൈന്റ്? എന്താ? ഒരു ചെറിയ കംപ്ലൈന്റാ, കറങ്ങുന്നില്ല. പിന്നെ ബാക്കിയുള്ള ഫാനൊക്കെ എന്തോന്ന് പറക്കുവോ? ഞാനിതൊന്ന് കുത്തി ആ നോക്കട്ടെ. നോക്ക്. അയ്യോ നന്നായി. ഫ്ലാറ്റിലുള്ള കംപ്ലീറ്റ് ആൾക്കാരടുത്തും പറ മെഴുതിരി വാങ്ങിച്ചു വയ്ക്കാൻ. 2 ദിവസത്തേക്ക് ഇനി കറണ്ട് കാണൂല. ഒന്ന് പോടാ. അല്ല, കൈയെടുത്ത് മാറ്റണം. എന്റെ കൈ. അല്ല സൈമൻ ചേട്ടാ, നമ്മുടെ സോഫി മാഡവും ജോയും ടൂർ പോയിട്ട് കുറെ ദിവസം ആയല്ലോ. എടാ തോമാച്ച, ഒരാണും പെണ്ണും 2-3 ദിവസം മാറിയെന്ന് കരുതി ആകാശമൊന്നും ഇടിഞ്ഞു വീഴാൻ പോകുന്നില്ല. അവരെ സൂക്ഷിക്കാനേ അവർക്കറിയാം. നീ വെപ്രാളപ്പെടണ്ട, പോയി മോട്ടർ അടിക്കടാ പോ. ശാപം. വെറുതെ. അല്ലേലും മറ്റുള്ളവരുടെ കാര്യം തിരക്കാൻ ഭയങ്കര ഉത്സാഹമാണ്. സ്വന്തം ജോലി ചെയ്യത്തൂല. അല്ല സൈമൻ ചേട്ടാ, സോഫി മേഡം ജോയും പോയിട്ട് രണ്ടും കണക്ക് തന്നെ. മനുഷ്യനെ നാണം കെടുത്തി അടങ്ങത്തോളാം. എന്നാലും അവരിപ്പോ എവിടെ പോയതായിരിക്കും? എല്ലാം ബെസ്റ്റാ. മാം ഇവിടെ നിർത്തിയാൽ മതി, ഞാൻ ഇറങ്ങിക്കോളാം. ഹായ്. ഹായ്. ആ ഡാ, നിന്റെ ചുറ്റിടിയൊക്കെ തീർന്നാ? ചെല്ല്. ചെല്ല്, ക്ഷീണം കാണും. ഡാടാ. റോബിൻ, സെക്യൂരിറ്റിയോട് പോയി ചോദിക്കുക സോഫിയുടെ ഫ്ലാറ്റ് ഏതാണെന്ന്. ശരി സാർ. ചേട്ടാ, ഈ സോഫി മാമിന്റെ ഫ്ലാറ്റ് ഏതാ? 121. എന്താ കാര്യം? എന്റെ സാറിന് മാമിനെ ഒന്ന് കാണാനായിരുന്നു. ഈ രജിസ്റ്ററിൽ ഡീറ്റെയിൽസ് എല്ലാം എഴുതണേ, പേരും എവിടെന്നാ വരുന്നൊക്കെ. ശരി. പോവാൻ ചേട്ടാ. ആരായിരിക്കും? മാഡം, സോഫി മാമിന്റെ ഫ്ലാറ്റ് ഏതാ? ദേ ആ കാണുന്നതാ. താങ്ക് യു. നോക്കാം വാ. സോഫി, അരുൺ, നിങ്ങളോട് എനിക്ക് സ്നേഹമുണ്ടെന്ന് വെച്ച് നിങ്ങളുടെ രീതികളോടൊക്കെ പൊരുത്തപ്പെടാൻ എനിക്കാവില്ല. അതാ ഞാൻ നിങ്ങളെ ഒഴിവാക്കിയത്. സോഫി, തന്റെ സ്നേഹവും സാമീപ്യവും ഇപ്പൊ എനിക്ക് ആവശ്യമുണ്ട്. അത് താൻ എത്ര അവഗണിച്ചിട്ട് ഞാൻ തന്നെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇപ്പൊ ഇങ്ങോട്ട് അന്വേഷിച്ചു വന്നതും. താൻ എന്നെ ഉപേക്ഷിക്കരുത്. എന്റെ എല്ലാ തെറ്റുകളും പൊറുക്കണം. എന്നോടൊപ്പം വരണം പ്ലീസ്. പെട്ടെന്നൊരു ഡിസിഷൻ എടുക്കാൻ എനിക്ക് പറ്റുന്നില്ല. പിന്നെ നിങ്ങളുടെ ആ പഴയ ഹാബിറ്റുകൾ
വീണ്ടും തുടങ്ങിയ നോ എന്നേക്കുമായി ഞാൻ ഇട്ടിട്ട് പോവും. നോ സോഫി, ഞാൻ ഒരിക്കലും ഇനി അത്തരം തെറ്റുകൾ ആവർത്തിക്കില്ല. എന്നാ അരുണി ജ്യൂസ് കഴിക്കേ. അരുൺ ഇപ്പൊ പോയിക്കോളൂ. താങ്ക് യു സോഫി, താങ്ക് യു. റോബിൻ, ആ സാർ വരൂ സാർ. ഇപ്പുറത്ത്. ഓക്കെ. ഓക്കെ. പതുക്കെ. ബൈ സോഫി. ബൈ. ഇന്ന് വന്ന അവശനായ ആള് സോഫി മാഡത്തിന്റെ ഹസ്ബൻഡ് ആണെന്ന് സൈമൻ ചേട്ടൻ പറഞ്ഞ് ഞാൻ അറിഞ്ഞത്. ഹോ, എന്നാലും ഈ സ്ത്രീയുടെ ഒരു കാര്യേ, ഹോ, രോഗിയായ ഹസ്ബൻഡിനെ ഉപേക്ഷിച്ച് ഇവിടെ വന്നിട്ട് ഒരു കൊച്ചു പയ്യനെയും കൊണ്ട് ഊര് ചുറ്റുന്നു. അവനുമായി സല്ലപിച്ച് രസിക്കുന്നു. ഓ, വല്ലാത്ത മനക്കെട്ട് തന്നെയാണേ. അവരുടെ ദാമ്പത്യത്തിൽ എന്താ നടന്നെന്ന് അവർക്ക് മാത്രമല്ല അറിയൂ. എല്ലാം അറിഞ്ഞിട്ട് സോഫി മാഡത്തെ കുറ്റപ്പെടുത്തിയാ പോരെ? അല്ലേലും എനിക്കറിയാം സോഫി മാഡത്തിനെ കുറ്റപ്പെടുത്തുന്നത് ജിനുവിന് ഇഷ്ടമല്ലെന്ന്. ഒരു സുന്ദരിക്കോത വന്നിരിക്കുന്നു.